ഇത് നോക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേരും 3 മുന്നണികളുടെ പ്രതിനിധികളാണ്. അപ്പോൾ ശ്രീജിത്തിൻ്റേതായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവും. കാരണം പല വിഷയങ്ങളും വികസന മുരടിപ്പ്, അതുപോലെ ഈ ഇടതുമുന്നണി സർക്കാർ അവകാശപ്പെടുന്ന ഭരണ നേട്ടങ്ങൾ, മാത്രമല്ല ഈ വാഗ്ദാന ലംഘനങ്ങൾ എല്ലാം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ ചർച്ചയിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ എനിക്ക് മനസ്സിലാക്കാനായത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. മലബാറിലും അതുപോലെ ഈ മധ്യ കേരളത്തിലൊക്കെ വലിയ മുൻതൂക്കമുണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ്. BJP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിസ്മയമായി മാറും എന്നും തോന്നുന്നു. കാരണം BJP എവിടെയൊക്കെ ജയിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ വിജയം കരഗതമാക്കാൻ BJPക്ക് സാധിക്കും എന്നും കരുതുന്നു. ഈ യാത്രയുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, ജനസഭ സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പൊതുവിൽ ഈ പാർട്ടിക്കാർക്ക് പോലും, CPMകാർക്ക് പോലും ഈ സർക്കാർ തുടരുന്നതിൽ വലിയ താല്പര്യം ഇല്ല. കാരണം വലിയ കടുത്ത അമർഷത്തിലാണ്. പലരും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിൽ എന്താണ് ശ്രീജിത്ത് താങ്കളുടെ വിലയിരുത്തൽ? ശ്രീ അനിൽ, മുൻ വർഷങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഇത്തവണ ഉണ്ട് എന്നുള്ള കാര്യം പ്രകടമാണ്. അത് ആദ്യം തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷം പറഞ്ഞതല്ല, പൊതുജനം പറഞ്ഞതല്ല, മറിച്ച് CPMന്റെ തന്നെ ഏറ്റവും സ്റ്റോൾവേർഡ്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ചില നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. അവരൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകുന്നതിനും എതിർ ചേരികളിലേക്ക് പോകുന്നതിനും അവിടെ നിന്ന് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിനും കേവലം സീറ്റ് മോഹികൾ എന്നുള്ള ഒരു പട്ടികയിലേക്ക് മാത്രമായിട്ട് ഉൾപ്പെടുത്തി അവരെ ആക്ഷേപിച്ച് അവരെ മാറ്റി നിർത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇങ്ങ് തെക്കൻ ജില്ലകളിൽ നമ്മൾ കണ്ടതാണ് ഐഷ പോറ്റിയുടെ കാര്യം, G സുധാകരന്റെ കാര്യം. എന്തൊക്കെ കാരണത്താലാണ് വളരെ മുതിർന്ന ഒരു നേതാവ് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിനെ ഒരു പരിഗണന പോലും പാർട്ടി നൽകാതിരിക്കുന്നത്. ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് MLA ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നീട് എങ്ങനെയാണ് ആ പാർട്ടി പൂർണ്ണമായിട്ടും അവഗണിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഒരു രക്തസാക്ഷിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫണ്ട് പിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്താതെ ആ ഫണ്ട് വെട്ടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് സത്യസന്ധനായിട്ടുള്ള ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരു വ്യക്തി വന്ന് കലാപം ഉയർത്തിയിരിക്കുന്നത്, കൊടി ഉയർത്തിയിരിക്കുന്നത് ആ പാർട്ടിക്കെതിരെ തന്നെയാണ്. അതേപോലെ തന്നെ CPMൽ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി മാറുമ്പോൾ ആ സീറ്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സക്സസർ അദ്ദേഹത്തിന്റെ കുടുംബാംഗം അദ്ദേഹത്തിന്റെ ഭാര്യയായി മാറുന്നു. അവിടെയുള്ള മറ്റ് സ്ത്രീകളായിട്ടുള്ള വളരെ വെൽ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള മറ്റ് സ്ത്രീകൾ അവിടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടും അവരെ പരിഗണിക്കുന്നില്ല. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ കലാപക്കൊടി ഉയരുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടതാണ്. അപ്പൊ ആന്റി ഇൻകംബൻസി ഉണ്ട്. ആ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് കേവലം ഭരണത്തിലോ അതിന്റെ ഡെലിവറിയിലോ ഉള്ള അതൃപ്തി മാത്രമല്ല, മറിച്ച് CPMന്റെ നയങ്ങളിൽ തന്നെയുള്ള കാര്യമാണ് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന 2 വിഷയങ്ങൾ, ഒരു പാർട്ടിയുടെ അതിനെ നയിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിനെ നയിക്കുന്ന പാർട്ടിയുടെ സ്ഥിരതയില്ലായ്മ, അവരുടെ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്നതിനെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. അതിലൊന്നാണ് ശബരിമല വിഷയം. നമുക്കറിയാം, പല തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ച 2018 ആ വിധിക്ക് ശേഷം ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തിനെ പൂർണ്ണമായിട്ടും ഏലിയനേറ്റ് ചെയ്തിരിക്കുന്ന, നിരവധി ആൾക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്ന, നിരവധി ചെറുപ്പക്കാർക്ക് ഇപ്പോഴും സർക്കാർ സർവീസിൽ ഒരു ജോലി കണ്ടെത്താൻ കഴിയാത്ത, വിദേശത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അവരെ ലോക്കാക്കിയിരിക്കുന്ന നിരവധി ആൾക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം. ആ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് കടുത്ത നിലപാടായിരുന്നു ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത്, അതിൽ U-ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പുരുഷൻ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം തന്നെ സ്ത്രീയും അർഹിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്നും, അതുകൊണ്ട് തന്നെ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് താഴ്മയായിട്ട് സുപ്രീം കോടതിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഇടത് സത്യവാങ്മൂലം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വിശ്വാസികളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിശ്വാസി പക്ഷത്ത് നിന്ന് ഈ വിധിയെ, യുവതീ പ്രവേശത്തെ എതിർത്തുകൊണ്ട് വാദിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. പറഞ്ഞത് ഒരുപാട് തവണ U-ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിലെ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലെ ജഗദീഷ് ശ്രീകുമാറാണ്. ഒരു മോതിരം ഇടുന്നു ഊരുന്നു, ഇടുന്നു ഊരുന്നു, ഇതേപോലെ ഇവര് ചെയ്യുന്നത്.
PM ശ്രീ എന്നൊരു പദ്ധതി ഒരു തരത്തിലുള്ള പൊളിറ്റിക്സും ഇല്ലാത്ത ഒരു പദ്ധതിയാണ്. ഇപ്പോൾ കേന്ദ്ര സിലബസ് കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വേണമെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ PM ശ്രീ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു 15,000-ഓളം സ്കൂളുകളെ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റി ഏറ്റവും പുതിയ അത്യാധുനികമായിട്ടുള്ള ഫെസിലിറ്റികൾ അവർക്ക് കൊടുത്ത് അങ്ങനെ ഏറ്റവും മികച്ച റിസർച്ച് സെന്ററുകൾ പോലെ സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു മോഡൽ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല എന്ന് BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കോൺഗ്രസിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഉൾപ്പെടെ, ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ, തെലങ്കാനയിൽ ഉൾപ്പെടെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത്. അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്, മറ്റു പാർട്ടികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ടോ നമ്മൾ എന്താ ചെയ്തിരുന്നത്? PM ശ്രീ നടപ്പാക്കില്ല എന്ന് പുരപ്പുറത്ത് കയറി നിന്ന് കൂവി, എന്നിട്ട് അടുക്കളയിലെ ഡോറ് തുറന്നിട്ട് നമ്മൾ അതുവഴി ഡൽഹിയിലേക്ക് ആളെ വിട്ടിട്ട് അവിടെ ചെന്ന് ഒപ്പിട്ടു. എന്തിനാ? പൈസ കിട്ടാൻ. എന്നിട്ട് ഒരു സങ്കോചവുമില്ലാതെ, സങ്കോചം എന്നാൽ വാക്കല്ല, സത്യത്തിൽ ഉളുപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തനം കൊടുത്തിരുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അവിടെ ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഈ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്ന്. ഏറ്റവും നിസ്സാരമായി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്രത്തിനെ ഞങ്ങൾ വലിപ്പിക്കാൻ നോക്കി എന്ന് പറയുകയാണ് ഈ അവിടെ മന്ത്രി ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫെഡറൽ സംവിധാനത്തിനെ പറ്റി എപ്പോഴും വലിയ വാചാലരാകുമല്ലോ. ഫെഡറൽ സംവിധാനത്തിൽ എന്താ ഒരു പരസ്പര ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ആണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? അപ്പുറത്തുള്ള ആളിനെ വലിപ്പിക്കുന്നതിന് വേണ്ടി, അവനെ കളിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുകയാണ്, ഞങ്ങളൊരു കരാറിൽ ഒപ്പിടുകയാണ്, ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നു. അത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിനോട് വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലായ്മയെ ഒരു മഹാസംഭവമാണ് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രി. എന്ത് നിലപാടുകളിലെ ആർജവത്തിനെ കുറിച്ച് അതാ ഞാൻ പറഞ്ഞത്. നിലപാടുകളിലെ ആർജവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചോദിക്കുകയാണ്. ഇപ്പോ നമ്മൾ കണ്ടില്ലേ ഈ ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്ന ഒരു സംഭവം. ഒരു അഭിമുഖത്തിൽ ശ്രീ മോഹൻലാലുമൊത്തുള്ള ഒരു അഭിമുഖത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമാ ഡയലോഗിലൊന്ന് നീ പോ മോനെ ദിനേശ എന്നുള്ളതാണ്. അപ്പോ തെലങ്കാനയിൽ നിന്നുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ട് ആ ഡയലോഗ് പറയുകയാണ്, നീ പോ മോനെ ദിനേശ, എന്നിട്ട് അത് അങ്ങനെയല്ല ഇപ്പോ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിൽ വിടാനായിട്ട് കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, നീ പോ മോനെ വിജയൻ എന്നാണ്. വിജയ എന്ന് പോലും വിളിച്ചിട്ടില്ല, നീ പോ മോനെ വിജയൻ എന്നാണ്. നിങ്ങളുടെ ടൈം ഓവർ ആയിരിക്കുന്നു, നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇവിടെ കേരളം കോൺഗ്രസ് ഭരിക്കും എന്ന് അദ്ദേഹം പറയുക. അദ്ദേഹം അത് പറയുന്ന സമയത്ത് സിനിമാ ഡയലോഗുകളെ പറ്റി അതിസൂക്ഷ്മ ബോധവാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളം കത്തുന്ന രാത്രികളിലെല്ലാം അദ്ദേഹം ഒരു സിനിമ കാണുകയാകുമെന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തിരുന്ന അഭിമുഖത്തിൽ കേറിവാ മക്കളെ എന്നുള്ളതാണ് പുതിയത്, അല്ലാതെ കണക്ക് പുറത്തല്ല എന്ന് സാറ് പറയണം എന്നൊരു റിക്വസ്റ്റ് വന്നപ്പോ അത് ഗോഡ് ഫാദർ എന്ന സിനിമയിലേതാണ്, അതിൽ തന്നെ ഗോഡ് ഫാദർ ആണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഓർത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന സിനിമാ പ്രേമിയായിട്ടുള്ള അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഡയലോഗിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനെ പറ്റി അറിയാഞ്ഞിട്ടാണോ അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിച്ചത്? അദ്ദേഹം പറഞ്ഞതെന്താ? ഡാഷ് മോനെ എന്ന് വിളിക്കുക. ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു. എന്തൊരു തെമ്മാടിത്തം എന്നാണ് അതിന് പറയേണ്ടത്, അല്ലെ? മറ്റു വാക്കുകളൊന്നുമില്ല. ഒരു വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അത് അദ്ദേഹത്തിന്റെ വാക്ക്, നമ്മളത് പറയാറില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ജി സുധാകരനെ ചെറ്റത്തരം എന്ന് പറയുന്നു. ഒരു പാർട്ടിയുടെ സ്വന്തം കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ മുന്നിൽ കിട്ടില്ലല്ലോ ഒരു ചോദ്യം ചോദിക്കാൻ. അങ്ങനെയുള്ള സമയത്ത് പാർട്ടിയുടെ അംഗമായിട്ടുള്ള ഒരാൾ ആ സദസ്സിൽ ഇരുന്നുകൊണ്ട് സാറേ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ പോയി ചോദിക്കണ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് എന്താ? ഇത് നിങ്ങളാരെ സാർ ചക്രവർത്തിയോ? നിങ്ങൾ ഇതെന്താ ഏകാധിപതിയോ? നിങ്ങളാരെ ഏകഛത്രാധിപതിയോ? നിങ്ങളാരെ അഡോൾഫ് ഹിറ്റ്ലറോ? അല്ലല്ലോ, നിങ്ങൾ പിണറായി വിജയനല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ ലളിതമായ ചോദ്യം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇതര സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിക്കാൻ അല്ലാതെ മറ്റാരുണ്ട് എന്ന് വേണം ചോദിക്കാൻ. ഇവരിപ്പോ എല്ലാ കാര്യത്തിലും ചോദിക്കുന്നതല്ലേ, മറ്റാരുണ്ട് ഞങ്ങളല്ലാതെ? അതത്രേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്നവനോട് വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നവർ ചോദിക്കണം. പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവിനോട് നിങ്ങൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ് എന്ന് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? ഇപ്പൊ ഇന്നൊരു ഓഡിയോ ക്ലിപ്പ് വന്നല്ലോ, ശ്രീ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അതിനെക്കുറിച്ചിട്ട് എന്താ പ്രതികരണം വന്നിരിക്കുന്നത്? അത് AI ആണ്. വളരെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് AI ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. വളരെ കൃത്യമായിട്ട് ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുന്ന അത്രയും ഡീറ്റെയിൽസ് മെറ്റിക്കുലസ് ആയിട്ട് പറയുകയും
ഒരു പ്രളയം എന്നുള്ളത് അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ അതിലൊരു സംസ്ഥാനത്തിന് നടത്താൻ കഴിയുമായിരുന്നോ അതെല്ലാം ചില ആൾക്കാരുടെ ബിസിനസ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ആന്റി ഇൻകംബൻസി ഇല്ലേ? 100% ആന്റി ഇൻകംബൻസി ഉണ്ട്. ഇപ്പൊ BJP-യുടെ സാധ്യതയെ പറ്റി ഇവിടെ പറഞ്ഞല്ലേ, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം, നിയമസഭയിൽ 0 സീറ്റുള്ള ഒരു പാർട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിർണ്ണയിക്കപ്പെട്ടത് അല്ലെ. കോൺഗ്രസ് പറഞ്ഞു അതിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ഒരു ബന്ധമുണ്ട്, ഡീൽ ഇവര് തമ്മിലാണ്. ഇതേപോലെ തിരിച്ചു മറ്റവർ പറഞ്ഞു കോൺഗ്രസും BJP-യും തമ്മിലാണ്. ഞാൻ പറഞ്ഞത് അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ, ആ പാർട്ടിയെ വില്ലനൈസ് ചെയ്തുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ ത്രട്ട് എന്ന രീതിയിലത്തേക്ക് ഇവർ പറയുക. എന്നിട്ട് ഈ പറയുന്നതിന്റെ എല്ലാ അടിസ്ഥാനം എന്താ? ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഭയങ്കരമാണ്. സത്യത്തിൽ വർഗീയത എന്ന് പറയുന്നതിന് ഒരൊറ്റ നിർവചനം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരാളിനെ ഫേവർ ചെയ്തിട്ട് മറ്റൊരാളിനെ ദുഷിപ്പോടുകൂടി മാത്രം സംസാരിക്കുന്നു, ഹേറ്റ് വിൽക്കുന്നു. അത് വലിയ വിഭാഗത്തിൽ നിന്ന് ചെറിയ വിഭാഗത്തിലേക്കാണെങ്കിലും ചെറിയ വിഭാഗത്തിൽ നിന്ന് വലിയ വിഭാഗത്തിലേക്കാണെങ്കിലും അത് വർഗീയത മാത്രമാണ്. പക്ഷെ അങ്ങനെ എല്ലാത്തിനെയും സമീകരിച്ച് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തോന്നിയ സമയത്ത് ഇവർ ഇൻവെന്റ് ചെയ്ത ഒരു പദമാണ് ഭൂരിപക്ഷ വർഗീയത. അപ്പൊ ന്യൂനപക്ഷ വർഗീയതയുമുണ്ട്, വേറെയാണ്. CPM-ന്റെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ 2025 അവരുടെ പാർട്ടി സമ്മേളനത്തിൽ രേഖയിൽ 2025 ഡിസംബറിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ട്, അത്രത്തോളം ഭീകരമല്ല ന്യൂനപക്ഷ വർഗീയത, എങ്കിലും ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ ഭയപ്പെടേണ്ടതാണ്, അതിനെ എതിർക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും. ഇന്ന് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെ കൂടെയാണ്, SDPI പിന്നെ CPM-ന്റെ കൂടെയാണ്. ഈ രണ്ട് സംഘടനകളും തീവ്രവാദ സംഘടനകളാണ് എന്ന് എഴുതിയിരിക്കുന്ന CPM-ന്റെ കരട് രേഖ ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ടെന്നേ. എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2018 CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞാണ്, വെൽ റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ SDPI എന്ന് പറയുന്നത് ISIS-ന്റെ ഇന്ത്യൻ പതിപ്പാണ് എന്ന്. ഇന്ന് അവരുടെ വോട്ട് ചോദിക്കുന്നതിനോ അതിനൊന്നും ഇവർക്ക് ഒരു മടിയില്ല. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഭൂരിപക്ഷ വർഗീയത. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിങ്ങളോടൊപ്പം നിന്നിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കിയ, അതിനുശേഷം നമ്മൾ പിന്നീട് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു, ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞിട്ട് ഒരമ്മ തേങ്ങുന്നത് നമ്മൾ കണ്ടു. അതിനെ ഇവർ തന്നെ മുദ്രാവാക്യമായിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഒക്കെ വലിയ തീവ്രവാദ സംഘടനകളായിരുന്ന ആൾക്കാരുടെ അടുത്ത് 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാടുകളെ വിൽക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ആ പറഞ്ഞിരുന്ന എല്ലാ നിലപാടും വിറ്റില്ലേ? ശബരിമലയിലെ അടക്കം ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആന്റി ഇൻകംബൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ആന്റി ഇൻകംബൻസി ഉണ്ട്. ആ പാർട്ടിയെ സഹിക്കുന്നതിന് ആ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാർക്ക് പോലും കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ 10ഓളം അല്ലെങ്കിൽ 1 ഡസനോളം സീനിയർ ആയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ ആ പാർട്ടി വിട്ട് മറ്റ് മുന്നണികളിലേക്ക് പോയത്. ചില ആൾക്കാർ മത്സരിക്കുന്നു, ചിലർ മത്സരിക്കുന്നില്ല. മത്സരിക്കുന്നതിൽ ഒരുപക്ഷെ PK ശശി ഒഴികെ മറ്റെല്ലാ ആൾക്കാരും ഉയർത്തിയിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം അല്ലേ? ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിഫൈഡ് ആണ് എന്ന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് അത് പറയുന്ന സമയത്ത് പോലും ഞങ്ങളുടെ കണക്ക് ഞങ്ങളുടെ സഖാക്കന്മാരോടും പാർട്ടി ബന്ധുക്കളോടും പറഞ്ഞോളാം, ബഹുജനങ്ങളോട് പറഞ്ഞോളാം, പൊതുജനങ്ങളോട് പറയില്ല, മാധ്യമങ്ങളുടെ മുന്നിൽ പറയില്ല എന്ന് പറയാൻ മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുന്ന പാർട്ടി സെക്രട്ടറി നാലോചോക്ക്. നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് വിളിക്കുകയാണ്. അവസാന വർഷം ഗോവിന്ദമാഷിനും ക്ലിപ്പിട്ടു. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്, ഈ ആൾക്കാരല്ല. എന്നിട്ട് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണെന്ന് കണ്ടില്ലേ? പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഏറ്റവും അവസാനം ഏറ്റവും രസകരമായിട്ട് നമ്മൾ കണ്ടത് AK ബാലന്റെ ഒരു പ്രസ്താവനയാണ്. SDPയുടെ വോട്ട് എന്തിനാണ് ബാലൻ സഖാവെ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ മാനസാന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നവർക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവും, അതുകൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തി. എന്നാ പിന്നെ ഇനി പാറേപ്പള്ളി ധ്യാനം കൂടാം, അതുകൂടെ നടത്തിയതിനു ശേഷം അവർക്ക് മാനസാന്തരം ആവട്ടെ എന്ന രീതിയിലത്തേക്ക്, അങ്ങനെ പാർട്ടിയെ നേർവഴിക്ക് നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന രീതിയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ മാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശമാണ്. പക്ഷെ ഇവർ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് അവർ തന്നെ തീവ്രവാദ സംഘടനകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് എന്നതിനെ കുറിച്ച് വോട്ടർമാർക്ക് ബോധ്യമുണ്ട്, അവർ വിലയിരുത്തട്ടെ.